കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനമറിയിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ ഇടയായത് നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, നാം നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ അത്രേ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും, പുത്രനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഒരു ശക്തിക്കും നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല. ആ സ്നേഹത്തിൻ്റെ വീതി, നീളം, ആഴം, ഉയരം ഒരു മനുഷ്യനും അളക്കുവാൻ കഴിയത്തില്ല. അതിന് അതിരില്ലാത്തതാണ്. ആ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അമ്മ എന്നെ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു.
ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 91 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം വായിക്കാം. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു. ഹല്ലേലൂയ. അതിരില്ലാത്ത സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ആഴങ്ങളെ കാണിക്കുന്ന പ്രയോഗ രീതിയാണ് ഇത്. സർവശക്തനിൽ തള്ളപ്പക്ഷി കുഞ്ഞിനെ സൂക്ഷിക്കുന്ന കരുതലും സ്വാന്തനവും ദൈവം നൽകും. മറ്റ് മാനുഷ്യ സമരായുധങ്ങളെക്കാൾ പ്രവർത്തനക്ഷമമാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ തൂവൽ. മാത്രമല്ല, തന്നിൽ ആശ്രയിക്കുന്നവരെ പരിചയും പലകയും പോലെ ഇരട്ട സംരക്ഷണം അവൻ നൽകുകയും ചെയ്യുന്നു. അതായത്, ശത്രുവിൻ്റെ ആയുധം ഏൽക്കാതെ നമ്മുടെ ശരീരത്തെ മുഴുവനും അവൻ മറച്ച് സൂക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച നാം എടുക്കേണ്ടതാണ്. ഈ തീയമ്പുകൾ വന്ന് പരിചയിൽ പതിക്കുമ്പോൾ അത് നിലം പരിചാകുന്നു. വിശ്വാസമെന്നത് ഇവിടെ കർത്താവിലും ദൈവവചനത്തിലുമുള്ള ആഴമേറിയ ഉറപ്പാണ്. പ്രിയ ദൈവപൈതലേ, പരീക്ഷകൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമാകുമ്പോൾ, സംശയങ്ങൾ നിന്നെ ആക്രമിക്കുമ്പോൾ, നിന്റെ വിശ്വാസം മുകളിലേക്ക് നോക്കി പറയണം, സർവശക്തനായവനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. സകല വിപത്തുകളോടും നമുക്ക് എതിർത്ത് നിൽക്കുവാനായുള്ള ഉപാധി അവൻ്റെ സത്യവചനം തന്നെയാണ്. അത് നാം മുറുകെ പിടിക്കുകയും അതിനാൽ ശത്രുവിൻ്റെ തീയമ്പുകളെ തുരത്തുകയും ചെയ്യുമെങ്കിൽ നാം അജയ്യരാണ്. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ആത്മാവിലുള്ളതും അവനാൽ നയിക്കപ്പെട്ടതും നിയന്ത്രിക്കപ്പെട്ടതും അവൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിച്ച് അവൻ്റെ ചിറകിൻ മറവിൽ നാം ശരണം പ്രാപിക്കുന്നതും ആയിരിക്കണം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാം: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്ന്. ഈ പ്രാർത്ഥനയാണ് നമ്മുടെ അധരങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് എങ്കിൽ അവൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകും. ഏത് കഷ്ടതയുടെ നടുവിലും അവൻ്റെ കരം നിന്നെ താങ്ങും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിലും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ഒരു ആലോചനയുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതെ, ദൈവം നമുക്ക് തന്ന ഒരു ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആ ചിറകിൻ മറവിൽ നമ്മൾ മറയുന്നതിനെ അല്ലെങ്കിൽ മറച്ച് ദൈവം നമ്മളെ മറയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. അതെ, ഒരു തള്ളക്കോഴി തൻ്റെ ചിറകിൻ്റെ മറവിൽ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മൾ
പഴയ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ അല്ലെങ്കിൽ പഴയ ഒരു കാലത്ത് കോഴികളെ ഇങ്ങനെ മുട്ട ഒക്കെ വെച്ച് വിരിക്കാൻ നേരത്ത് അങ്ങനെ വിരിച്ച് മുട്ട കുഞ്ഞുങ്ങളിങ്ങനെ മുട്ടയ്ക്കകത്തുനിന്ന് കുഞ്ഞുങ്ങളിങ്ങോട്ട് വന്ന് ആ അമ്മക്കോഴി അല്ലെങ്കിൽ ആ തള്ളക്കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പെതുക്കെ നടക്കുമ്പോൾ മുകളിൽ കൂടി പരുന്തുകളൊക്കെ ഇങ്ങനെ റാഞ്ചി കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ആ കോഴി ബഹളം വെച്ച് കിടന്ന് അലച്ച് കൂവി കുഞ്ഞുങ്ങളെ പെട്ടെന്ന് അതിൻ്റെ 2 ചിറകിൻ്റെയും മറവിലോട്ട് കയറ്റി വെച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അതിനോട് ഉപമിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ദൈവം, അതേ സർവശക്തനായ ദൈവം അതിനെ ആ കോഴി കുഞ്ഞുങ്ങളെ തള്ളക്കോഴി ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിറകിൻ മറവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആ ഭദ്രമേറിയ ചിറകിൻ മറവിൽ നമ്മളെ മറയ്ക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതെങ്കിൽ, അതെ, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ശത്രു ഒരു വഴിയായി വന്ന് 7 വഴിയായി അത് തിരിച്ചു പോകുന്നു. അന്ധകാരശക്തി നമ്മളെ അടുക്കാതെ വണ്ണം കർത്താവിൻ്റെ രക്തക്കോട്ടയിൽ നമ്മളെ മറയ്ക്കുന്നതിനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ഏത് കഷ്ടങ്ങൾ കൂടിയാണ് നീ കടന്നു പോകുന്നതെങ്കിലും അതെ, കർത്താവിൻ്റെ ഒരു ഇരട്ട സംരക്ഷണം നമുക്കുണ്ട്. അവൻ്റെ പരിചയും പലകയുമാകുന്ന ആ ഇരട്ട സംരക്ഷണം ഇടതും വലതും അതെ മുന്നും പിന്നും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ ആ സംരക്ഷണം നമ്മൾ എവിടെ പോയാലും മുന്നും പിന്നും ഇടവും വലവും സ്വർഗീയ ദൂതസഞ്ചയം നമ്മളോട് കൂടെയുണ്ട്. ഈ 2024 കഴിയാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ കൂടെ ഉള്ളൂ നമ്മുടെ മുന്നിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ 2024 എത്രത്തോളം അതെ മരണഭീതി നമ്മളെ അതെ വേട്ടയാടി. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ദിവസങ്ങളിൽ കേരളക്കരയിലെ അതേ അപകട മരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ കുടുംബമായി എപ്പോഴും സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ, അതോർത്ത് ഞങ്ങൾ ശരിക്കും സങ്കടപ്പെടുന്നുണ്ട്. ഈ അപകടകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇന്ന് വളരെയധികം വേദനിച്ച് അതെ കഷ്ടപ്പെട്ട് അവരുടെ ഹൃദയം മൊത്തം തകർന്ന് നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു നിമിഷം നീ ചിന്തിച്ചു നോക്കുക. ഇന്ന് നിന്നെ ജീവനോടെ ഇരിയിത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എത്രയോ പ്രാവശ്യം വണ്ടി സ്പീഡിൽ വിട്ട് നമ്മൾ പോയി. ഹല്ലേലൂയ, എത്രയോ വണ്ടികൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയാലും അതെ കയറി വരുന്ന വാഹനം ശ്രദ്ധിക്കാതെ വരുന്നെങ്കിൽ ഒരു നിമിഷം മതി നമ്മളെ തകർക്കുവാൻ. എന്നാൽ ഈ 2024 ഈ അനർത്ഥങ്ങളൊന്നും നമ്മളെ തൊടാതെ വണ്ണം, ഈ ആപത്തുകളൊന്നും നമ്മളെ തൊടാതെ വണ്ണം, ആപത്തനർത്ഥങ്ങൾ മരണക്കെട്ടുകളിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവത്തെ ഇന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ സമപ്രായക്കാരും നമ്മളെക്കാൾ മൂത്തവരും ഇളയവരും അതേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഭർത്താവ് പോയിട്ട് ഭാര്യ അതിവേദനയോടിരിക്കുന്നു. മക്കൾ പോയിട്ട് അപ്പനും അമ്മയും വിഷമിക്കുന്നു. ഇനി അപ്പനും അമ്മയും പോയിട്ട് മക്കൾ വേദനയോടിരിക്കുന്നു. സഹോദരങ്ങളുടെ മരണം, കുടുംബത്തിൽ അങ്ങനെ ഓരോരോ കുടുംബങ്ങൾക്കകത്ത് നടന്ന അനർത്ഥങ്ങൾ, ആപത്തുകൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം അതെ സ്തോത്രം ഓരോരുത്തർക്കും വന്നപ്പോഴും നമ്മളെയും ഇതൊന്നും വരാതിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പല കഷ്ടങ്ങളെയും നമ്മൾ കാണുമാറായി. എന്നാൽ അവിടുന്നൊക്കെയും കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ നമ്മളെ സൂക്ഷിച്ച് ഇത്രത്തോളം നമ്മളെ ജയോത്സവമായി നടത്തിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മളെ ജീവനോടെ ഇരുത്തി കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഇനിയും നമ്മൾ ഹല്ലേലൂയ കൃപയാലാണ് രക്ഷയുടെ മാർഗം സ്വീകരിച്ചത്. കൃപയാലാണ് നമുക്ക് നിത്യജീവൻ ലഭിച്ചത്. ഹല്ലേലൂയ, ഈ ഭൂമിയിലെ രക്ഷ തന്നെയല്ല, ആമേൻ, സ്വർഗത്തിലെ നന്മയും നമുക്ക് ദൈവം തന്നു. ഹല്ലേലൂയ, നിത്യനാശത്തിലേക്ക് പോകുവാൻ അറസ്റ്റ് വാറണ്ടുമായിരുന്ന നമ്മളെ
നിത്യദണ്ഡനം അനുഭവിക്കേണ്ട നമ്മളെ, നിത്യ അന്ധകാരത്തിലേക്ക് പോകേണ്ട നമ്മളെ, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ നിത്യ ഗന്ധകത്തിനകത്ത് പോകേണ്ട നമ്മളെ വിടിവിച്ച വിധങ്ങളെ നന്ദിയോട് നമുക്ക് ഓർക്കാം. ഈ 2024 നമ്മളെ ആയുസ്സോടും ആരോഗ്യത്തോടും ഇരുത്തിയ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ! ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അതെ ജീവനോടെ ഇരുന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ അത് വളരെ ഒരു ഭാഗ്യ പദവിയാണെന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര സ്തുതിച്ചാൽ മതി വരും പ്രിയ ദൈവ പൈതലേ. അതിരുകളില്ലാത്ത അവൻ്റെ ആ സ്നേഹം, അതെ പിതാവായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി തന്നത്, ആ ചങ്കിലെ ചോര മൊത്തം ഊറ്റി തന്നത് നമ്മുടെ അതെ ജീവൻ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണെങ്കിൽ, നിത്യനാശത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഭൂമിയിൽ വന്നു എങ്കിൽ, ആ കഷ്ടം അനുഭവിച്ച് ആ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് ചീന്തിയെങ്കിൽ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ഇനി ഒരു നന്മ നമുക്ക് തന്നില്ലെങ്കിലും ആ നിത്യതയിലെ കോടാനുകോടി നിത്യത മുതൽ നിത്യത വരെയുള്ള സന്തോഷം, മഹാസന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കിയെങ്കിൽ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഇനിയും 2025 ആകാൻ ഇനിയും ഏതാനും അതേ മണിക്കൂറുകളെ നമ്മുടെ മുന്നിലുള്ളൂ. അവിടേക്ക് ആ 25 കടക്കുവാണെങ്കിൽ കടന്നു എന്ന് പറയാം. അതുകൊണ്ട് നീർക്കുമിളുകൾ പോലെയുള്ള നമ്മുടെ നിമിഷമാത്ര ജീവിതം, അതേ സ്തോത്രം, ഒരു നിമിഷമേ ഉള്ളൂ. ഒരു നിമിഷം ഒന്ന് തെറ്റിയാൽ നമ്മുടെ ശ്വാസം ഒന്ന് മേലോട്ട് പോയത് താഴോട്ട് ആ ശ്വാസം പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ സ്തോത്രം ഒന്നും പറയുവാനില്ല. അതുകൊണ്ട് നമുക്ക് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമേ ഉള്ളൂ. ആ കർത്താവിൻ്റെ കൃപയാലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്നുള്ള ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ആ സന്തോഷവും നമുക്കിന്ന് പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ച ആ കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് ഒന്നുകൂടെ നന്ദിയുള്ളവരായി ഇന്ന് പകൽ തീരാം. സകല അനർത്ഥത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി എന്ന് പറയാം. ഞാൻ കൂടെ നിങ്ങളോട് നന്ദി പറയാമെന്ന് പറയുന്നത്, ഈ ആണ്ട് മുഴുവൻ നമ്മളെ ദൈവം കാത്തു പരിപാലിച്ചു. 24 നമ്മൾ ആപത്തുകൾ, അനർത്ഥങ്ങൾ, മരണങ്ങൾ, നമ്മൾ വാഹനം ഓടിച്ചു പോയപ്പോൾ നമ്മുടെ തലമുറകൾ വാഹനം ഓടിച്ചവർ ബൈക്ക് ഓടിച്ചു പോയി, കാർ ഓടിച്ചു പോയി, വിവിധ വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്ത്, നമ്മുടെ സഹോദരങ്ങൾ യാത്ര ചെയ്ത്, നമ്മുടെ കുടുംബം, നമ്മുടെ ചാർച്ചക്കാർ, എന്നാൽ എണ്ണത്തിലൊന്നുപോലും കുറയാതെ കൃപയാൽ നമ്മളെ സൂക്ഷിച്ചെങ്കിൽ എത്ര മഹത്വപ്പെടുത്തിയാലും മതിവരാത്ത ആ ദൈവത്തിൻ്റെ ആമേൻ ആ സ്നേഹം ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല പ്രിയ ദൈവ പൈതലേ. ഏതെല്ലാം കഷ്ടങ്ങൾ കൂടി പോകുമ്പോൾ ഹല്ലേലൂയ എനിക്ക് എങ്ങനെ ഈ കാര്യം സാധിക്കും എന്ന് ഭാരപ്പെട്ട് നീ വിഷമിച്ച സമയത്ത് ഈ 2024 ചില കാര്യങ്ങൾ നീ ചിന്തിക്കാത്ത വഴികളെ ദൈവം നിനക്ക് തുറന്നു തന്നിട്ടില്ലേ? നിന്റെ പൈതലിന് ഒരു ജോലി ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല, അവിടെ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചില്ലേ? ഒരു അഡ്മിഷൻ കിട്ടാൻ കുഞ്ഞിന് വേണ്ടി ഭാരപ്പെട്ടപ്പോൾ ദൈവം അഡ്മിഷൻ തന്നില്ലേ? സാമ്പത്തികമായി നീ കഷ്ടം അനുഭവിച്ചപ്പോൾ നീ പോലും ചിന്തിക്കാത്ത ചില വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തന്നില്ലേ? ഇനിയും നീ ഗദ്ഗതപ്പെടുന്ന ചില വിഷയങ്ങൾ കാണും. ഇന്ന് ഈ 2024 ദൈവമേ എനിക്ക് ഈ നന്മ കാണാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ഈ നന്മ അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നീ ഭാരപ്പെട്ട് വേദനിച്ച് ആരോടും പറയുവാൻ കഴിയാതെ സങ്കടപ്പെട്ടിട്ട് ആരോട് ഞാൻ ചോദിക്കും, ഇനി ആരോടെങ്കിലും ചോദിച്ചാൽ അവർ കൈമലർത്തി കാണിച്ചിട്ട് അവർ നിന്നെ പരിഹാസത്തോടെ പുച്ഛത്തോടെ ഒറ്റപ്പെടുത്തി വിട്ടില്ലേ? ആ വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഈ ആണ്ടിൻ്റെ ആരംഭം തന്നെ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവപൈതലേ, നിന്നെ ആര് നിന്ദിച്ചാലും പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും നിന്നെ ചില കാര്യങ്ങളിൽ ക്ഷണിക്കാതെ നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയെങ്കിൽ നീ വിഷമിക്കണ്ട. കർത്താവിനെ ഒറ്റപ്പെടുത്തിയതാണ്, കർത്താവിനെ നിന്ദിച്ച് നമ്മുടെ കർത്താവ് ഒരുപാട് നിന്ന ചുമന്നതാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ പാത പിന്തുടരുന്ന നമ്മൾക്കും ചിലയിടങ്ങളിൽ നമ്മളെ പ്രവേശിപ്പിക്കത്തില്ല, ചിലയിടത്ത് നമ്മളെ ക്ഷണിക്കത്തില്ല, ചിലർ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ഏത് മേഖലകളിൽ ആണെന്ന് നിങ്ങൾക്കറിയാം. ആ മേഖലകളിലൊക്കെയും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്താത്ത ഒരു സ്വർഗം ഉയരത്തിലുണ്ട്. ആ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ഇരട്ട സംരക്ഷണവും ആ ദൈവത്തിൻ്റെ ആ തൂവലിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ഒരു ശത്രുവും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ
ചിറകിൻ നീരിൽ ശരണം പ്രാപിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ നീരിൽ ശരണം പ്രാപിക്കുന്നു എന്ന് ഒന്നുകൂടെ നമുക്ക് പറയാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ഈ 2024 കഴിഞ്ഞ് 2025 കയറുമ്പോൾ ഈ 25 നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും സ്വസ്ഥതയും സ്നേഹവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ ദൈവം. അതെ, ഹല്ലേലൂയ. ഉയരത്തിലുള്ള നന്മകൾ നിങ്ങൾ പ്രാപിക്കട്ടെ. ആമേൻ. ഭൂമിയിലുള്ള നന്മയെ നിങ്ങൾ പ്രാപിക്കട്ടെ. സകലവിധത്തിലും കഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ ദൈവം വിടിവിക്കട്ടെ. പച്ചപ്പുഴു തിന്നതും തുള്ളനും വിട്ടിലും കാർന്നു നിന്ന സംവത്സരങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മടക്കി തരട്ടെ. ആമേൻ. ഈ 25 ഒരു അനുഗ്രഹ വർഷമാക്കി ദൈവം തീർക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഏതൊക്കെ പ്രതികൂലത്തിലാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഈ 2025 നിന്റെ മുന്നിൽ അതേ സ്തോത്രം പച്ചപ്പുഴു തിന്നതും തുള്ളനും വിട്ടിലും കാർന്നു നിന്ന സംവത്സരത്തെ നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. ദൈവത്തിന് നിനക്ക് ഉറച്ച വിശ്വാസത്തോടെ, അതെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിനക്കൊരു വിശ്വാസമുണ്ടോ, ഉറച്ച ഒരു വിശ്വാസമുണ്ടോ? ആ വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. സംശയിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അവൻ്റെ വചനത്തിനകത്തും അതെ ഹല്ലേലൂയ അവൻ്റെ ആ പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിലാകമാനം വെളിപ്പെടും. നീ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ ദൈവത്താൽ നിനക്ക് ഒരുക്കപ്പെട്ട ഒരു ഭവനം, ഭൗതികമായിട്ടൊരു നന്മ വേണം. അതേ, നമുക്ക് ഭൂമി ജീവിക്കാനൊരു ഭവനം ആവശ്യമാണ്. ഭവനത്തിനായി വേദനിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഈ 2025 ആരംഭത്തിൽ തന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്യട്ടെ. നമ്മുടെ ഭവനം ഇതല്ല, ഇവിടെ ഈ ഭവനമല്ല, ശാശ്വതമായൊരു ഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്. എന്നാൽ ഇവിടെ ജീവിക്കുമ്പോഴും നമുക്കൊരു ഭവനം ആവശ്യമാണെന്ന് നമ്മുടെ കർത്താവിന്, നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവിന് അറിയാം. എല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ പ്രാർത്ഥിക്കാം. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളും കണ്ണുമടച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിൽ കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്, ഏത് കഷ്ടത്തിൽ കൂടാണോ കടന്നു പോകുന്നത്, അതിൻ്റെ മേൽ അത് ഏത് രോഗത്തിൻ്റെ ദുരാത്മാവാണോ നിങ്ങളെ തകർക്കുവാൻ നോക്കുന്നത്, ഏത് രോഗശക്തിയാണോ നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നത്, ഏതൊക്കെ വിഷയത്തിലാണോ നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നത്, ഏതൊക്കെ ആത്മീക ഭൗതിക ശൂന്യതയോ കഷ്ടതയോ അനുഭവിക്കുന്നുവാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേലും അതെ ഇനി കേൾക്കുവാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടുവാൻ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ കർത്താവെ ആ തൂവൽ കീഴിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആ ചിറകിൻ മറവിൽ ഞങ്ങളെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് ജീവനോടെ തന്നു. ഈ ആണ്ടിൻ്റെ അവസാന ദിവസമായി ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം. ഈ വർഷം ഞങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത വർഷത്തിലേക്ക് കാലുകുത്തുവാൻ പോകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, ഈ ആണ്ടിൻ്റെ അവസാന ദിവസം ഇനി ഏതാനും മണിക്കൂറേ ഉള്ളൂ 2025 ആകുവാൻ. കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ കാത്ത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ കർത്താവെ തലമുറകളെ അങ്ങ് എണ്ണത്തിലൊന്നുപോലും കുറയാതെ ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ എല്ലാം അങ്ങ് സൂക്ഷിച്ചു. കർത്താവേ, ഇനിയും കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഭവനത്തിനകത്തുനിന്ന് ഹല്ലേലൂയ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, തലമുറ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ഏതെങ്കിലും മക്കൾ തകർന്നു നുറുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ സ്തോത്രം, ആ സ്ഥാനത്തെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ലോകം കൊടുക്കാത്ത ഒരു സമാധാനം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. സമാധാനത്താലും സന്തോഷത്താലും ആ കർത്താവെ ലോകം കൊടുക്കാത്ത ഒരു ആശ്വാസം അവരുടെ മേൽ കൊടുക്കണമേ. ഏത് കഷ്ടമാണോ, ഏത് നഷ്ടമാണോ നിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്, അവിടെയൊക്കെ ദൈവത്തിൻ്റെ തികവും അതേ സ്തോത്രം ആ ഹല്ലേലൂയ ആ ഫുൾഫില്ല് ചെയ്യുന്ന അതേ ആ ദൈവത്തിൻ്റെ കൃപയും അവരുടെ മേൽ വ്യാപരിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒരുമിച്ച് തിരുക്കരങ്ങളെ ഏൽപ്പിക്കുമ്പോൾ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഈ ദേശത്തോട് കരുണ തോന്നണം. 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഉൾഗ്രാമങ്ങളിൽ സുവിശേഷവുമായി എത്തപ്പെടണം. ഈ ആണ്ടിൽ ചെയ്യുവാൻ കഴിയാഞ്ഞത് ഈ കർത്താവെ 2025 ആരംഭത്തിൽ തന്നെ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കണം. ഈ ദേശത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. ഈ ദേശത്തോടങ്ങ് കരുണ തോന്നണമേ കർത്താവെ. ഞങ്ങൾക്കായി ഒരുക്കിയ ഹല്ലേലൂയ ഭരണാധികാരികൾക്കായി സ്തോത്രം, നേതാക്കന്മാർക്കായി സ്തോത്രം, രാഷ്ട്രീയ നേതാക്കന്മാർക്കായി സ്തോത്രം, സകല ഡിനോമിനേഷനുള്ള ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ സ്തോത്രം. സകല കുഞ്ഞുങ്ങളെ കർത്താവെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുകുട്ടികൾ മുതൽ ആ ബാലവൃദ്ധം ജനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക പിതാവേ.
അപ്പോൾ ഈ ജനത്തോടങ്ങ് കരുണ തോന്നണം, മനസ്സിലെയണം. ഇവിടെ കർത്താവെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ ഒക്കെ വന്ന് പാർത്ത് ജോലിയും കർത്താവെ കോളേജിൽ പഠനവുമായിട്ടൊക്കെയുള്ള മക്കളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. യൂത്തുകളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. നശിച്ചു പോകാ, നഷ്ടപ്പെട്ടു പോകാ, നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവെ യൗവന മോഹങ്ങളിൽ പെട്ടും കർത്താവെ ലഹരി പദാർത്ഥങ്ങളിലൊക്കെ കർത്താവെ ഉപയോഗിച്ചും അതേ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കർത്താവെ പുത്തൻ തീരുമാനത്തോടെ ഇന്ന് കർത്താവെ ഒരു പുത്തൻ തീരുമാനം എടുക്കാൻ പരിശുദ്ധാത്മാവിൽ ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ച പോലെ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് കരുണ തോന്നി മനസ്സലിഞ്ഞ് ലോകത്തിനുള്ളതിനകത്തും അവർ അടിമപ്പെട്ടു പോകാതെ ദൈവത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം, ദൈവം ആരെന്ന് തിരിച്ചറിയുവാൻ, അതേ സത്യവും കർത്താവെ ജീവനും തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അങ്ങ് വഴിയും സത്യവും ജീവനുമാണെന്ന് മനസ്സിലാക്കി അങ്ങയിൽ പൂർണ്ണ ആശ്രയം വെക്കുവാൻ തക്കണം ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു നല്ല മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് യൂത്തുകളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശക്തമായ ഉണർവ് കോളേജുകളിൽ ഉണ്ടാകട്ടെ, സ്കൂളുകളിൽ ഉണ്ടാകട്ടെ, ഈ ദേശത്തൊരു ശക്തമായ ഉണർവ് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഈ ആണ്ടിൻ്റെ ആരംഭം തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ തന്നെ കർത്താവേ ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപകട മരണങ്ങൾ, അനർത്ഥങ്ങൾ, അമേ കഷ്ടങ്ങൾ, പ്രതികൂലങ്ങളായി കർത്താവേ അമേ ഭവനങ്ങൾക്കകത്ത് ദുഃഖത്തിൻ്റെതായ ആഴത്തിൽ കഴിയുന്നതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സഹോദരങ്ങൾ മരിച്ച്, മാതാപിതാക്കൾ മരിച്ച്, തലമുറകൾ മരിച്ച്, അമേൻ വിവിധ മരണത്തിൻ്റെ സ്തോത്രം അതേ നിഴൽ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവേ ആ കുടുംബത്തിന് വേണ്ട ആശ്വാസം, സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് കേരള സംസ്ഥാനത്തോട് കരുണ തോന്നണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്തൃദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, വിശ്വാസി സമൂഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളുള്ള നിന്റെ മക്കൾക്കായി സ്തോത്രം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 28 സ്റ്റേറ്റിലും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തി ആഴമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ 2-ാം തീയതി ഈ ദിവസങ്ങളൊക്കെ കേസിൻ്റെ ഒക്കെ കാര്യങ്ങൾക്കായി കർത്താവെ കർത്തൃദാസന്മാരെയൊക്കെ ജയിലിലാക്കിയിരിക്കുന്ന മക്കൾ, കേസിന് കർത്താവ് വിധിയായിട്ട് പോകുന്നവർ, കോടതി കയറി ഇറങ്ങുന്നവരെയൊക്കെയും ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് കർത്താവെ കഷ്ടങ്ങളും പ്രതിസന്ധികൾ കൂടി അവർ കടന്നു പോകുമ്പോൾ ദൈവമേ അവർക്ക് വേണ്ട കർത്താവെ സമയം, അവരുടെ സമ്പത്ത്, ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തി കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കർത്താവെ സ്തോത്രം അവരോട് മനസ്സലിഞ്ഞ് അവരുടെ സകല വിഷയത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ത്യ മഹാരാജ്യത്തുള്ള സകല കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഭരണാധികാരികളെ, മതനേതാക്കന്മാരെ ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ആ ഉമാ തോമസ് MLA വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയോടും കരുണ തോന്നണമേ. ഹോസ്പിറ്റൽ കർത്താവെ ആയിരിക്കുന്നുവല്ലോ കർത്താവെ, ശാരീരികമായി താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് പൂർണ്ണമായ ഒരു ഹീലിംഗ് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ ഗിലെയാദിലെ ഔഷധ തൈലം ഒഴിച്ച് കർത്താവ് സൗഖ്യമാക്കി കർത്താവ് എവിടെയൊക്കെ കർത്താവെ ഹല്ലേലൂയ അകത്തും പുറത്തും എവിടെയൊക്കെ മുറിവുണ്ടോ, എവിടെയൊക്കെ കഷ്ടം അനുഭവിക്കുന്നോ അതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എത്രയും പെട്ടെന്ന് ഹീലാകട്ടെ. ഹല്ലേലൂയ. രോഗികളായി കഷ്ടത അനുഭവിക്കുന്ന, ഹോസ്പിറ്റലൈസ്ഡായി കിടക്കുന്ന മക്കളെല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. വിവിധ രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ശൂന്യതകൾ, കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ 5 ഭൂഖണ്ഡങ്ങളിലുള്ള ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ജനവും വിടുവിക്കപ്പെടട്ടെ കർത്താവേ സ്തോത്രം. വിദേശത്തും സ്വദേശത്തും അന്യസംസ്ഥാനങ്ങളുടെ സകല കർത്താവെ ജനവാസയോഗ്യമുള്ള എല്ലാ രാജ്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥന. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോകരാജ്യങ്ങളെ ഒരിക്കൽ കൂടി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. സകലരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ 2025 ദൈവികമായ പ്രവൃത്തി എല്ലാ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് കർത്താവിനെ ആഴത്തിൽ കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അതേ നീളം, ഉയരം, വീതി എല്ലാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിലും അങ്ങ് അത്ഭുത വിടുതൽ അയച്ചതിനായി സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ തലവണയ്ക്കുന്ന നിൻ്റെ മക്കളും ഇനി കേൾക്കുവായിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മേഖലകളിലും അങ്ങ് അത്ഭുതം ചെയ്യും. അങ്ങ് ഞങ്ങളെ കർത്താവ് ജീവനോടെ ഇരുത്തിയതിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ 2025
ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനും ദൈവം നിങ്ങളെ സകല സമ്പൽ സമൃദ്ധിയോടെ അനുഗ്രഹത്തോടെ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മയാലും നിങ്ങളെ ഈ 25 നിറയ്ക്കട്ടെ. 25 ദൈവഭയമുള്ള, ദൈവത്തോടടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. സകല അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ.